നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്ലസ് വൺ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മുടെ ഈ എക്സാമിന് വേണ്ടി ഏറ്റവും തയ്യാറെടുക്കേണ്ട ടൈമായി. ഇനി നമ്മുടെ മുന്നിൽ മാത്തമാറ്റിക്സ് മാത്രമാണ് മുന്നിൽ വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഫിസിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ദിവസത്തിന് മാക്സിമം നമുക്ക് ഈ എക്സാമിന് വേണ്ടി മാർക്ക് വാങ്ങേണ്ട രീതികൾ അതാണ് നമ്മുടെ ഈ ക്ലാസ്സിൽ കൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതിൻ്റെ തുടക്കം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ക്ലാസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ്സുകൾ എല്ലാം മീൻസ് ലോങ് വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, ഇത്രയും കാര്യങ്ങളും നിങ്ങളുടെ കൂടെത്തും. പിന്നെ നിങ്ങളുടെ ലൈവിൽ കൂടെ വരുന്നത് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്കെല്ലാം ചോദിക്കാം. അതിനുവേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട് ഉണ്ട് മീൻസ് എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് ചോദിക്കാം. അതിനുവേണ്ടിയുള്ള ലൈവ് ക്ലാസ്സും നമ്മൾ വരും. അപ്പോൾ എല്ലാ രീതിയിൽ കൂടെയും ഈ ചാനലിൽ കൂടെ മാത്സിൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻസ് ആയിരിക്കും നിങ്ങളുടെ ഫൈനൽ എക്സാമിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഈ സമയത്ത് ഒരു ഫൈനൽ എക്സാമിന് തൊട്ട് മുമ്പുള്ള ഡേയ്സ് എങ്ങനെ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് ചാപ്റ്റേഴ്സിൻ്റെ ഓർഡറാണ്. ഏതൊക്കെ രീതിയിൽ കൂടിയാണ് നമ്മൾ ചാപ്റ്റേഴ്സിനെ കവർ ചെയ്ത് മാക്സിമം മാർക്ക് ഈസി ആയിട്ട് നമ്മൾ കവർ ചെയ്യണം. അതിനുവേണ്ടിയുള്ള വഴിയാണ് നമ്മൾ ആദ്യം തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്ക്രീനിലോട്ട് പോകാം. നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ ഓർഡർ. അപ്പോൾ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ഓർഡർ നിങ്ങളുടെ മുന്നിലെത്തി. നിങ്ങളെല്ലാവരും സൂപ്പറായിട്ട് എല്ലാവരോടും ഒന്ന് മറക്കാവുന്ന ഷെയർ ചെയ്ത് ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാവുന്ന ചെയ്തേക്കണം. നിങ്ങൾ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്തേര്. നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ ഡൗട്ട്സ് ഉണ്ടോ അതെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇവിടെ. ഓക്കെ, അപ്പോൾ എല്ലാ രീതിക്കൂടെയും നിങ്ങൾക്ക് മാത്സ് ഏറ്റവും സിമ്പിളാക്കി തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സിമ്പിൾ എന്ന് പറഞ്ഞാൽ അതേപോലെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ ഓർഡർ അങ്ങോട്ട് തരാം. നമ്മൾ നോക്കിക്കേ, 16 ചാപ്റ്റേഴ്സിനെയും നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് മാർക്ക് കിട്ടേണ്ട ഓർഡറിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈ രീതിയിൽ കൂടെ വേണം അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സിനുള്ളിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു 6-7 മാർക്കോളം ഉണ്ട് ഈ വർഷമൊക്കെ. ഓക്കെ, 6-7 മാർക്ക് എന്ന് പറഞ്ഞാൽ ഫുൾ നമുക്ക് ചിലപ്പം 2 ടോപ്പിക്ക് മീൻസ് നമ്മുടെ 3 മാർക്കിൻ്റെ സെക്ഷനിൽ നിന്നും വരും 4 വരും, അങ്ങനെ ആയിരിക്കും. അല്ലാതെ ഫുള്ളും കൂടി 3 മാർക്ക് ആയിരിക്കത്തില്ല. 3 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വരും, ഒരു 4 മാർക്സിന്. അപ്പം നമുക്ക് 7 മാർക്കായി. അത് നമുക്ക് ഫുള്ളും കിട്ടണം. ഓക്കെ, അവിടെ നമുക്ക് അപ്പോൾ 2 നിന്നും ആയതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, കിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാനും. ഓക്കെ, അപ്പോൾ നമ്മുടെ സെറ്റ്സിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടോപ്പിക്സ് ആണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സബ്സെറ്റ്സ്, അതുമായിട്ട് ബേസ് ചെയ്തുള്ളത് പവർ സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ്, അതുമായിട്ട്. നെക്സ്റ്റ് രണ്ടാമത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡിമോർഗൻസ് ലോ, അല്ലെങ്കിൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ലാസ്റ്റ് നമ്മുടെ കാർഡിനൽ നമ്പേഴ്സിൻ്റെ മീൻസ് എൻ ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ യൂണിയൻ ബി. അപ്പോൾ ഈ 3 സെക്ഷനിലെ 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും അങ്ങനെ 3 ക്വസ്റ്റ്യൻ കൊണ്ട് പഠിച്ചാൽ അവൻ നമ്മുടെ കയ്യിലായി. ഓക്കെ, നെക്സ്റ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ നമുക്ക് അവിടുന്ന് ഒരു 7 മാർക്കോളം ഏറ്റവും കുറഞ്ഞതുണ്ട്. അത് 7 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതും 2 സെക്ഷൻസുകളായിരിക്കും, 3 മാർക്സ് 4 മാർക്സ്. അവിടെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് റിലേഷനിലെ പ്രോബ്ലം വേണം ആദ്യം പഠിക്കാൻ. അതിൻ്റെ മുമ്പിലുള്ള ഓർഡേഡ് പേരിൻ്റെയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ അറിയാവുന്നതുകൊണ്ട് ആദ്യം കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ റിലേഷൻസ് തന്നെയാണ്. അതിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. റിലേഷനിലെ നമ്മുടെ കാർട്ടീഷ്യൻ മീൻസ് ഓർഡേഡ് പേരിലൊക്കെ എഴുതുക, ഡൊമൈനർ റേഞ്ച്, അത്രയേ ഉള്ളൂ. അവനെ ഒന്ന് അവിടുന്ന് പഠിക്കുക. രണ്ടാമത് ഫങ്ഷൻസിലോട്ട് കയറി ഗ്രാഫ്. ഓക്കെ, ഡൊമൈൻ റേഞ്ച്, അത് 3 ടൈപ്പ് ഫങ്ഷൻസിൻ്റെതാണ് പഠിക്കേണ്ടത്. ഒന്നാമത്തേത് നമ്മുടെ സാധാരണ ഫ്രാക്ഷൻ ടൈപ്പ് വരും, x² + 1/x³ അങ്ങനെ, അല്ലെങ്കിൽ x² എന്നത് താഴെയും മണ്ടയ്ക്കും സെക്കൻഡ് ഡിഗ്രിയോ, അല്ലെങ്കിൽ മണ്ടയ്ക്ക് ഫസ്റ്റ് ഡിഗ്രിയും താഴെ എന്താണ് സെക്കൻഡ് ഡിഗ്രി, അങ്ങനെ തേർഡ് ഡിഗ്രി വരത്തില്ല. അങ്ങനെയുള്ള അപ്പോൾ ഡിനോമിനേറ്റർ 0 എന്നൊക്കെ ഇക്വേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഡൊമൈൻ. രണ്ടാമത്തേത് മോഡുലസ് ഫംഗ്ഷൻ, മൂന്നാമത്തേത് റൂട്ട് ഓഫ്. ഇങ്ങനെയുള്ള 3 സെക്ഷൻസിൻ്റെയും നിങ്ങൾ അതിൻ്റെ ഡൊമൈൻ റേഞ്ചും പഠിക്കണം. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഗ്രാഫ്, ഏറ്റവും ഗ്രാഫിനുള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിഗ്നം ഫംഗ്ഷനാണ്. നെക്സ്റ്റ് മോഡുലസ് ഫംഗ്ഷൻസുകൾ എല്ലാം പഠിക്കണം. മോഡുലസ് എക്സിൻ്റേത്, മോഡുലസ് ഓഫ് x+1, മോഡുലസ് ഓഫ് x-2, മോഡുലസ് x+1, അങ്ങനെയുള്ളതെല്ലാം പഠിക്കുമ്പോൾ അവൻ നിങ്ങളുടെ കയ്യിലായി. അപ്പോൾ നിങ്ങൾ ബാക്കി അങ്ങോട്ട് വിട്ടേക്കണം. നമ്മുടെ ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 2 ചാപ്റ്റേഴ്സ് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. ലീനിയർ ഇൻഇക്വാളിറ്റീസിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ വർഷം നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇപ്പോൾ വന്നത്. 6 മാർക്കും ഇങ്ങനെ കിട്ടിയേക്കണം. ഒന്നുപോലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഗ്രാഫ് വരച്ച് തന്നെ പഠിക്കണം. ഓക്കെ, ക്ലാസ്സുകളൊക്കെ വരും, എല്ലാം കണ്ടോണം. നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കറക്റ്റ് പാകപ്പെടുത്തി കയ്യിലോട്ട് എത്തിക്കുക, നിങ്ങൾ പഠിക്കുക, എക്സാമിന് പോയി സൂപ്പറായിട്ടിരുന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ലീനിയർ ഇൻഇക്വാളിറ്റീസ് വേണം നമ്മുടെ മൂന്നാമത്.
അതിലൊന്ന് 6 മാർക്കിൻ്റെ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ. സ്റ്റാറ്റിസ്റ്റിക്സും അതുതന്നെയാണ്, ഒരു 6 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ കണ്ടത് വെച്ചുകൊണ്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയൻസ്, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൻ്റെ 3 ടൈപ്പ് ഉണ്ടെങ്കിലും ഫസ്റ്റ് ടൈപ്പ് ഒരു ഫോർമുല വെച്ചുകൊണ്ടും സെക്കൻഡും തേർഡും മറ്റൊരു ഫോർമുല വെച്ചുകൊണ്ടും അതെല്ലാം നമ്മൾ ചെയ്യിച്ചിട്ടുണ്ട്. അവനെ വേണം മാക്സിമം 3 ക്വസ്റ്റ്യൻ നോക്കുക, അടുത്ത സ്റ്റാൻഡിലോട്ട് പോകുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാത്തമാറ്റിക്കൽ റീസണിങ്ങിൽ എത്തുന്ന 4 മാർക്സ് ആണ്. ആ 4 മാർക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ക്വസ്റ്റ്യനായിട്ടായിരിക്കും. നെഗേഷൻ എഴുതാനും കോൺട്രാ പോസിറ്റീവും കോൺവേഴ്സും എഴുതാൻ. ഓക്കെ, അതങ്ങ് പഠിച്ചേക്കണം. അതങ്ങ് കിട്ടിയാൽ 4 മാർക്ക്. പിന്നെ റൂട്ട് ഈസ് ഇറാഷണൽ എന്ന് പറയുന്ന നമ്മുടെ ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അത് എക്സാമിനെ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ തരും, ഒരൊറ്റ ക്വസ്റ്റിന് വേണ്ടി മാത്രം. അത് 4 മാർക്സ് വേണമെങ്കിൽ പഠിച്ച് എഴുതിക്കോണം. അത് നമ്മുടെ ക്ലാസ്സിൽ വരും. ഓക്കെ, നെക്സ്റ്റ് 3 ഡയമെൻഷണൽ ജോമെട്രിക്ക് എത്തുന്ന ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ഡിസ്റ്റൻസ് ഫോർമുല നെക്സ്റ്റ് ഒക്ടന്റിനെ കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള കുറച്ച്, പിന്നെ പാരലോഗ്രാം, റൈറ്റ് ട്രയാങ്കിൾ, കൊളീനിയർ. ഈ 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അടുത്തതിലോട്ട് ഓടിക്കണം. കൂടുതൽ സമയം നിങ്ങൾ ഒന്നും കളയാതെ പോകാനുള്ള വഴികളാണ് ഈ പറയുന്നത്. ഈ ടൈമിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചു വെച്ചേക്കണം. എല്ലാവരും മറക്കാവുന്ന ലൈക്ക് ഇപ്പം തന്നെ മറക്കാതൊന്ന് ഇപ്പം തന്നെ അങ്ങ് ചെയ്തേര്. നെക്സ്റ്റ് മറ്റുള്ളവരോട്ടൊന്ന്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇഷ്ടം പോലെയുണ്ട്, ഒരു ക്ലിക്കിൽ കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നമ്മുടെ ക്ലാസ് എത്തും. ഇനിയുള്ള ക്ലാസ്സുകളും എത്തും. നമുക്ക് വേണ്ടി ചെയ്യുന്ന ചെറിയൊരു ഉപകാരം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം. നെക്സ്റ്റ് പ്രോബിലിറ്റിക്ക് എത്തുന്നത് നമുക്ക് 2 ക്വസ്റ്റ്യൻസുകളാണ് പ്രതീക്ഷിക്കാൻ. ഏറ്റവും ടോട്ടലി 3 ടോപ്പിക് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ നമ്മുടെ സാമ്പിൾ സ്പേസിനെയൊക്കെ എഴുതുക, രണ്ടാമത്തെ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, മൂന്നാമത്തെ ഫോർമുല ബേസ്ഡ് പ്രോബ്ലംസ് മീൻസ് പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതുമായിട്ട് ബേസ് ചെയ്തുള്ള വേർഡ് പ്രോബ്ലംസും ഡയറക്റ്റ് ഡേറ്റാസും. അതിലൊരു 4-5-6 ക്വസ്റ്റ്യൻസുകൾ നിങ്ങളത് പഠിച്ചേക്കണം. അവിടെ നിന്ന് എല്ലാം ഒരേപോലെയാണ്, ചുമ്മാ ക്വസ്റ്റ്യൻസിൻ്റെ വേർഡുകളും കാര്യങ്ങളും ഒക്കെ മാറുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ആദ്യത്തെ കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിക്കാനുള്ളത്. 2 + 3i / 1 + 2i ഇൻ a + ib ഫോം. അങ്ങനത്തേത്. നെക്സ്റ്റ് ഐയുടെ പവറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് വരും, മോഡുലസ് വരും. കഴിഞ്ഞേക്കണം, അത് വിട്ടേക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം അങ്ങോട്ട് ഇതെല്ലാം കൂടി ടിക്ക് ചെയ്തിട്ട് പഠിക്കുക, അടുത്തിലോട്ട് പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്സ് ഇങ്ങനെ കിട്ടിക്കോളും. ഇത് നമുക്ക് ഏകദേശം നമുക്കൊരു 6 മാർക്സ് 7 മാർക്സ് ഏകദേശം ഇതെല്ലാം അതേപോലെയാണ്. ഈ മാത്തമാറ്റിക് റീസണിങ്ങേ ഉള്ളൂ 4 മാർക്സ്. ഇത് നമുക്ക് ഏകദേശം ഒരു 5 മാർക്സ് ഉണ്ടാവും. പ്രോബിലിറ്റിക്ക് എത്തുന്ന ഒരു 6 മാർക്സ് എന്തായാലും ഉണ്ടാവും. കോംപ്ലക്സ് നമ്പേഴ്സും 6 to 7 മാർക്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് കിട്ടി. നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ എത്തുന്ന 2 ക്വസ്റ്റ്യൻസ് കാണും. അതും 3ഉം 4ഉം ആയിരിക്കും. അത് നമ്മുടെ ടെക്സ്റ്റിലുള്ള കറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതൊക്കെ ഞാനിപ്പം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തരുന്നതിനുള്ളിലേ അങ്ങോട്ട് പഠിച്ചു വെക്കുക. അല്ല, നമ്മളെ ക്ലാസ്സുകൾ തരുന്ന ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസിലും എല്ലാം ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ക്ലിയർ ആയിട്ട് കാണും. ഒന്നും വിട്ടേക്കല്ല, ഒന്നും മിസ്സാക്കിയേക്കല്ല, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളങ്ങോട്ട് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അടുത്ത ക്ലാസ് വരും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സീരീസ് പോലെ നിങ്ങൾക്ക് എക്സാം വരെ നമ്മൾ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവനെയും നമുക്ക് ഒത്തു. നെക്സ്റ്റ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് കോണിക് സെക്ഷൻ്റെ അകത്തും നിങ്ങൾ 2 എണ്ണം പഠിക്കേണ്ടത് പരാബോള ആൻഡ് എലിപ്സ്. മറ്റേത് ഇപ്പോൾ തൊടുവേ ചെയ്യല്ലേ. പരാബോളയ്ക്കകത്തു നിന്നും നമുക്ക്, കാരണം ഇതൊക്കെ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സർക്കിൾ നോക്കാം, ഹൈപ്പർബോള നോക്കുകയോ വേണ്ട. അപ്പോൾ കോണിക് സെക്ഷൻ്റെ അകത്തുനിന്ന് പരാബോളയുടെ ഇക്വേഷൻ തരും. ഇപ്പോൾ y² = 12x, എന്നിട്ട് അതിൻ്റെ ഫോക്കസ്, വെർട്ടീസസ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ y² = 12x. ഇപ്പോൾ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങേണ്ടത് 4a = റൈറ്റ് സൈഡിലെ നമ്പർ എത്രയാണോ അയാൾ 4a അവിടുന്ന് എ കണ്ടുപിടിച്ചാൽ പിന്നെ ഫോക്കസ് എഴുതാം. നെക്സ്റ്റ് വെർട്ടീസസ് എപ്പോഴും 0 0 ആയിരിക്കും. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റ് എഴുതുക, ഇക്വേഷൻ ഓഫ് ഡയറക്ട്രസ് എഴുതുക. ക്ലിയർ അല്ലേ? അപ്പോൾ കോണിക് സെക്ഷൻ്റെ ക്വസ്റ്റ്യൻസുകൾ. നെക്സ്റ്റ് നമുക്ക് ഇക്വേഷനെ ഫോം ചെയ്യാൻ തരും. അവർ തരും നമ്മുടെ ഡയറക്ട്രസോ അല്ലെങ്കിൽ ഫോക്കസൊക്കെ തരും. നമ്മുടെ ഇക്വേഷൻ ഓഫ് പരാബോള ഫോം ചെയ്യണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ഒരെണ്ണം ഇത് രണ്ടിലേതെങ്കിലും. അടുത്തത് എലിപ്സിൻ്റെ കേസിലും അത് തന്നെയാണ്. നമുക്ക് ഇക്വേഷനെ തന്നിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കും. ചിലങ്കിൽ കുറേ കാര്യങ്ങൾ തന്നിട്ട് നമുക്ക് ഇക്വേഷൻ തന്നിട്ട് ഫോക്കസ് ചോദിക്കാം, നെക്സ്റ്റ് വെർട്ടീസസ് ചോദിക്കാം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ലെങ്ത് ഓഫ് മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് മൈനർ ആക്സിസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കും. ചിലപ്പോൾ അതങ്ങ് 6 മാർക്സ് ആയിട്ട് അങ്ങ് മാറാം കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചാണ്. എന്തായാലും 4 മാർക്സ് ഉണ്ടാവും. 6 മാർക്സിനാണെങ്കിൽ എല്ലാവരും ചോദിക്കും. നേരെ തിരിച്ചുണ്ട്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ തരും, ഫോക്കസും കാര്യങ്ങളും. അതെല്ലാം നമ്മുടെ ക്ലാസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓരോന്നിൻ്റെയും. ഇപ്പം ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ടിക്ക് ചെയ്യാൻ, പഠിക്കേണ്ടത് ഏതൊക്കെയാണെന്നുള്ള മാർക്ക് ചെയ്യാനുള്ള വഴികൾ. ഓക്കെ, അവിടെ നിന്ന് അത് പഠിക്കണം. നെക്സ്റ്റ് നമ്മുടെ അടുത്ത സെഷനിലോട്ട് കയറുക. ഈ 10 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് 60 മാർക്ക് ഏകദേശം പൂർണ്ണമായിട്ടും ഏകദേശം അടുത്ത് കിട്ടിയിരിക്കും.
അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി കുറച്ച് വലിയമാരുണ്ട്, അവരുടെ നിന്ന് കടം വാങ്ങിച്ചേക്കണം, അങ്ങ് ആഡ് ചെയ്ത് 60 ആക്കിയേക്കണം. നമ്മൾ സെക്വേർഡ് ആയിരിക്കണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടിയാണ്. അതേപോലെ ആയിരിക്കും നമ്മുടെ +2 ക്ലാസ്. ഇതിൻ്റെയൊക്കെ ഇരട്ടി പഠിക്കാനുണ്ട്. ടഫായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരാനുണ്ട്. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ സഹിതമായിരിക്കും നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കോഴ്സിന് പിന്നെ പോയാലും മാത്സ് വളരെ ഈസി ആയിരിക്കും. അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കുട്ടികളൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ അഡ്മിഷൻ എടുത്തിരിക്കുകയാണ്. ഒത്തിരി കുട്ടികൾ ഇങ്ങനെ നേരത്തെ എൻക്വയറി എടുത്തിട്ടുണ്ട്. എക്സാം കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ക്ലാസ്സുകളെല്ലാം സൂപ്പറായിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ സീക്വൻസ് ആൻഡ് സീരീസ് ആണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനുള്ളൊന്നും നമ്മൾ GP മാത്രം പഠിച്ചാൽ മതി. സാധാരണ പ്രോബ്ലംസ് അല്ലാതെ ടഫായിട്ടുള്ളൊന്നും നമ്മുടെ അതിൻ്റെ ഏറ്റവും സിമ്പിൾ എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത് 7 + 77 + 7 7 റെപ്പറ്റീഷൻ നമ്പറിൻ്റെ ഒരു സം ഉണ്ടല്ലോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നെക്സ്റ്റ് വിച്ച് ടൈം ഓഫ് ദ GP, നെക്സ്റ്റ് സമ്മിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ്, അതൊക്കെ നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസുകൾ അങ്ങോട്ട് പഠിച്ചോണം. അവിടെ നിന്ന് മാത്രം. നെക്സ്റ്റ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറത്തിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ തന്നെ ഉള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. എക്സ്പാൻഡ് x² + 3/x⁴ 4 അങ്ങനത്തേത്. ഒരു നമ്പറിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈ വർഷം പ്രതീക്ഷിക്കാം. 101⁴ അതായിരിക്കും ഈ വർഷത്തെ ക്വസ്റ്റ്യൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് തോന്നുന്നു. പഠിച്ചേക്കണം അവനെ. നെക്സ്റ്റ് a+b⁴ ഒരു a-b⁴ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നെക്സ്റ്റ് √3 + √2⁴ ആ ക്വസ്റ്റ്യനോടൊന്ന് വളരെ സിമ്പിളായിട്ട് അങ്ങ് പഠിച്ചേക്കണം. ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ഇനിയും വരും. ഓക്കെ, നെക്സ്റ്റ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ചിലർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അതിന് നിങ്ങൾ നമ്പേഴ്സിൻ്റെ ഫോർമേഷനാണ് ഒന്നാമത്. ഹൗ മെനി 3 നമ്പേഴ്സ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ. നെക്സ്റ്റ് പിന്നെ N-ഉം R-ഉം കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. അതുപോലെ കോമ്പിനേഷൻസിന് അതൊന്ന് N-ഉം R-ഉം കണ്ടുപിടിക്കാൻ. R-ഇല്ല അവിടെ N മാത്രം കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ. അതിന് ഏറ്റവും പിന്നെ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഏറ്റവും ഇച്ചിരി ഈസി പഠിക്കാൻ. ഓക്കെ, അവിടെയാണ് വളരെ ഈസിയായിട്ട് മാർക്ക് നമുക്ക് കുറച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കോമ്പിനേഷൻ. അപ്പോൾ കോമ്പിനേഷൻ വേണമെങ്കിൽ ആദ്യം പഠിച്ചുകൊണ്ട് പെർമ്യൂട്ടേഷൻ രണ്ടാമത് പഠിച്ചാൽ മതി. ഓക്കെ, ടൈമിനെ ബേസ് ചെയ്ത് അത് നോക്കിയാൽ മതി. നെക്സ്റ്റ് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. പേര് പേടിപ്പിക്കുന്നതാണെങ്കിലും വളരെ പാവമാണ്, നല്ല മനുഷ്യനാണ്, പിന്നെ ഒരു പരുക്കനായിട്ടുള്ള സ്വഭാവമുണ്ട്. നമ്മളതൊന്നും നോക്കണ്ട. നമ്മൾ അവനെ നല്ല രീതിയിൽ കൂടെ പഠിച്ചെടുക്കാൻ പറ്റും. അവൻ സൂപ്പറാണ്. ഓക്കെ, നിങ്ങൾ അതിൻ്റെ നിന്നും ആദ്യം പഠിക്കേണ്ടത് 2 കാര്യങ്ങൾ. പ്രോഡക്റ്റ് റൂൾ ആൻഡ് കോഷൻ റൂൾ. നമ്മുടെ ഷോർട്ട് വീഡിയോസുകളെല്ലാം ഈ 3 മാർക്കിൻ്റെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ടൈം കളയാതെ തരുന്നതാണ്. ഷോർട്ട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, എല്ലാവരോടും മറക്കാൻ നിങ്ങളങ്ങ് ഷെയർ ചെയ്തേക്കണം. കുട്ടികളെല്ലാം അത് കാണേണ്ട സ്പീഡിൽ ഒരു പ്രോബ്ലം ആൻസർ ചെയ്യുന്ന രീതി. അപ്പോൾ നിങ്ങൾ അതിൻ്റെ നിന്ന് പ്രോഡക്റ്റ് റൂളും കോഷൻ റൂളിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ പഠിക്കണം. നെക്സ്റ്റ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ പഠിക്കണം. ഈ 3 കഴിഞ്ഞിട്ട് നിങ്ങൾ ലിമിറ്റിലോട്ട് കയറാവുള്ളൂ. ഓക്കെ, ഡെറിവേറ്റീവ് സാധാരണ ക്വസ്റ്റ്യൻസുകളും പഠിക്കണം. ഇപ്പോൾ x² + 2x + 1 അതിനൊക്കെ ഡെറിവേറ്റീവോ ഒക്കെ x² 2x എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാധാരണ ഒരു പോളിനോമിയൽ ടൈപ്പിൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചേക്കണം. അവിടെയാണ് നമുക്ക് നെക്സ്റ്റ് അറ്റ് x = 1 എന്നൊക്കെ ചോദിക്കാം. മീൻസ് ഡെറിവേറ്റീവ് എടുത്ത് കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ എക്സിൻ്റെ സ്ഥാനത്ത് 1 എന്നൊക്കെ കൊടുത്തിട്ട് നമ്പർ ആക്കി എടുക്കാൻ, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്ട്രൈറ്റ് ലൈൻസ് എന്നുള്ള പേരിൽ ഒരു കാര്യമില്ല. ക്വസ്റ്റ്യൻസുകളെല്ലാം വളഞ്ഞവനാണ്. നമ്മൾ മാക്സിമം അതിൻ്റെ കൺസെപ്റ്റ് തന്നും അതിൻ്റെ മീനിങ് തന്നും പഠിപ്പിച്ചിട്ടുണ്ട്. ഇനിയും നമ്മുടെ ക്ലാസ്സുകൾ വരുന്നവിടെ കണ്ടാൽ മതി. അതെല്ലാം കൺക്ലൂഷൻ പാട്ട് എത്തിപ്പെടും. നിങ്ങൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഇൻ്റർസെപ്റ്റ് ഫോം ഓഫ് സ്ട്രൈറ്റ് ലൈൻ. ഉറപ്പിക്കാം ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അതിൻ്റെ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ തരും, ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് മാറ്റണം. x/a + y/b = 1. ആ എയും ബിയും ആണ് ഇൻ്റർസെപ്റ്റുകൾ. നെക്സ്റ്റ് ഇൻ്റർസെപ്റ്റുകളെ തരും, ഇക്വേഷനെ കണ്ടുപിടിക്കുക. ഇത് രണ്ടും നിങ്ങളങ്ങ് പഠിച്ചേക്കണം. പിന്നെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വേർഡുകളുണ്ട്. സ്ലോപ്പ് ഇമ്പോർട്ടൻ്റ്. നെക്സ്റ്റ് പാരല്, നെക്സ്റ്റ് പെർപെൻഡിക്കുലർ, കൊളീനിയർ, അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ അത് പഠിക്കുക. ഓക്കെ, ലാസ്റ്റ് നമ്മുടെ ട്രിഗണോമെട്രിക്കുള്ളിൽ ഏറ്റവും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അതിനുള്ളിൽ നിന്നും ക്വാഡ്രൻറ്റുമായിട്ട് ബേസ് ചെയ്ത 2-3 ക്വസ്റ്റ്യൻസ് പഠിക്കണം. നെക്സ്റ്റ് നമുക്ക് വലിയ ഡിഗ്രി ഉണ്ടല്ലോ, സൈൻ 765, സൈൻ 1840, 1860 അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ, അല്ലെങ്കിൽ tan 19π/3, ഇല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് sin² π/6 അങ്ങനെയുള്ള തുടക്കത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പഠിച്ചാൽ എല്ലാം കിട്ടിക്കോളും. ടഫായിട്ടുള്ളോട്ട് പോവുകയേ വേണ്ട. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ നിന്ന് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിൻ്റെ നിന്ന് ഫുൾ മാർക്ക് വേണേൽ കിട്ടും. അതെല്ലാം കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ലാസ്റ്റ് ചോയ്സ് ആയിട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിനെയും നമുക്ക് സിമ്പിളായിട്ട് പഠിക്കേണ്ട വഴികൾ കിട്ടി. ഈ പറഞ്ഞൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ അങ്ങോട്ട് വെച്ച് പഠിച്ചു പോയി ടിക്ക് ചെയ്ത് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത ടൈമിന് അത്രയും വേണ്ട രണ്ടാമത്. അപ്പോഴത്തേക്ക് നിങ്ങൾ സൂപ്പറായിരിക്കും. ഇതിനിടയ്ക്ക് നമ്മുടെ ക്ലാസ്സുകളോടെ വരുമ്പോൾ
നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിനെയും ഫുൾ മാർക്സ് കിട്ടേണ്ട വഴിയിൽ ഏറ്റവും എളുപ്പത്തിൽ എത്തിപ്പെടാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ് ഒട്ടൻ ഞങ്ങളുടെ ചാപ്റ്റേഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. എല്ലാവരും ഒട്ടും തന്നെ ഇവിടെ തന്നെ കാണണം. ക്ലാസ്സുകൾ വരും. അപ്പോൾ ചെറിയൊരു ബ്രേക്കിന് വേണ്ടി ബൈ.